നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും. പുതിയ വർഷത്തിൽ സൗദിയിലും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ്. 2020 നടപ്പാക്കുന്ന നിയമങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വദേശിവൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. നിരവധി പ്രവാസികൾ ഇതിനകം നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും കഴിഞ്ഞ വർഷം, അതായത് 2019 സൗദിയിലേക്ക് പുതിയ വിസകളിൽ എത്തിയത് 12 ലക്ഷത്തിലേറെ പേരാണ്. അതും പുതിയ തൊഴിലുകൾ തേടി. ഓരോ വർഷവും പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ പുതുവർഷത്തെ വരവേൽക്കുന്നത്. 2020 പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട സൗദിയിൽ പ്രാബല്യത്തിലാകാൻ പോകുന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൗദി അറേബ്യയിൽ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം 24 മണിക്കൂറായി ദീർഘിപ്പിക്കാനുള്ള തീരുമാനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിലാകും. രാജ്യത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇടവേളകളില്ലാതെ മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കുന്നതിന് നൽകിയ അനുമതി വഴി കടകളിൽ ക്യാമറ സ്ഥാപിച്ച് ഫീസ് അടച്ചവർക്കാണ് മുഴുവൻ സമയം തുറന്ന് പ്രവർത്തിക്കാനാവുക. ജനുവരി 1 മുതലാണ് ഇത് പ്രാബല്യത്തിലാവുക. രാത്രി ജോലി ചെയ്യുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും. സൗദിയിൽ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുള്ള പുതിയ ആനുകൂല്യങ്ങൾ ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകും. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെ ജോലി ചെയ്യുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. സൗദിയിലെ ആഭ്യന്തര വിമാന യാത്രക്കാരിൽ നിന്ന് 10 റിയാൽ ഫീസ് ജനുവരി 1 മുതൽ ഈടാക്കി തുടങ്ങും. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് വിമാന കമ്പനികൾ വഴി ഇത് ഈടാക്കുക. ചുരുക്കത്തിൽ ടിക്കറ്റുകളിൽ എല്ലാത്തിലും 10 റിയാലിന്റെ വർധനവാണ് ഉണ്ടാവുക. എയർപോർട്ട് ലോഞ്ചുകളും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള ഫീസാണ് ഇത്. ഹൈഡ്രോജനേറ്റ് ചെയ്ത ഓയിൽ, ഭാഗികമായി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ജനുവരി 1 മുതൽ സൗദിയിൽ നിരോധിക്കും. സൗദി ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൊളസ്ട്രോൾ, ഇത്തരം ഓയിലുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം സ്ഥാപനങ്ങൾ ഇറക്കുമതിക്കാർക്കും വ്യാപകമാക്കുക. സൗദി തലസ്ഥാനത്ത് പൂർത്തിയാകുന്ന റിയാദ് മെട്രോ ഈ വർഷം പരീക്ഷണ ഓട്ടം പൂർത്തീകരിച്ച് ഓടിത്തുടങ്ങും. 134 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ പദ്ധതിയാണ് പൂർത്തിയാകുന്നത്. 90% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. പാലങ്ങളിൽ സൗന്ദര്യവൽക്കരണ ജോലികൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മെട്രോയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം വിദേശികളാണ്. വിവിധ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു കഴിഞ്ഞു. കൂടാതെ സൗദിയിൽ 3000-ലേറെ വരുന്ന ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ 319 എണ്ണം ഈ വർഷം സർവീസിന് എത്തിക്കഴിഞ്ഞു. എല്ലാം തലസ്ഥാനത്താണ് എത്തിയത്. പ്രാഥമിക പരീക്ഷണയോട്ടവും തുടങ്ങി. മെഴ്സിഡസ് മാൻ കമ്പനികൾ നിർമ്മിച്ച അത്യാധുനിക ബസ്സുകൾ റിയാദിന്റെ ചിത്രം മാറ്റുക തന്നെ ചെയ്യും. മെട്രോ ബസ് ജീവനക്കാരിൽ ഭൂരിഭാഗവും വിദേശികളാണ്. വിവിധ ജോലികളിൽ ഈ മേഖലയിൽ ഉണ്ടാകും. മക്കയിലെ മസ്ജിദുൽ ഹറമിന്റെ വിവിധ മുറ്റങ്ങളിൽ തണൽക്കുടകൾ ഉടൻ സ്ഥാപിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ തണൽക്കുടകൾ മഴയും വെയിലും തടയാനാണ് ഉപയോഗിക്കുക. റമദാന് മുന്നോടിയായി ഇത് പൂർത്തിയാക്കാനാണ് ശ്രമം. സ്വകാര്യ മേഖലയിൽ ലവിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിന്റെ പഠന റിപ്പോർട്ട് പ്രത്യേക സംഘം തയ്യാറാക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക തൊഴിൽ മന്ത്രാലയങ്ങൾക്ക് ഈ വർഷം സമർപ്പിച്ചേക്കും. സാമ്പത്തിക മേഖലയിൽ ഇനി ചുമത്താൻ പോകുന്ന ഏത് ഫീസുകൾക്കും മുന്നോടിയായി പ്രത്യാഘാത പഠനം നടത്തണമെന്ന നിർദ്ദേശം പ്രാബല്യത്തിലായിട്ടുണ്ട്. സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ശമ്പള വർധന ഈ വർഷം ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മിക്ക സ്ഥാപനങ്ങൾക്കും വിവിധ കാരണങ്ങളാൽ തടഞ്ഞുവെക്കപ്പെട്ട പണം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ശമ്പളം ഉയർത്തുന്നത് ബ്ലൂബർഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക മാധ്യമങ്ങൾ വൻകിട സ്വകാര്യ സൗദി കമ്പനികളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദിയിൽ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കിയ നിർമ്മാണ കമ്പനികൾക്കുള്ള കുടിശ്ശിക വേഗത്തിൽ അടച്ചു തീർക്കാൻ സൽമാൻ രാജാവ് ഉത്തരവായിട്ടുണ്ട്. സൗദി രാജതലസ്ഥാനമായ റിയാദിൽ വെച്ചാണ് G20 ഉച്ചകോടി നടക്കുന്നത്. നവംബറിൽ നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി റിയാദ് വിമാനത്താവളത്തിൽ പ്രത്യേക കൗണ്ടർ തുറന്നു. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. വിവിധ ജോലികൾ ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കുന്നുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷണത്തിനടങ്ങിയ കലോറി പ്രദർശിപ്പിക്കൽ നിർബന്ധമാണ്. അതില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ വില നിശ്ചിത ഇടവേളകളിൽ പുതുക്കുന്നതിനാൽ ഓരോ പെട്രോൾ പമ്പിലും വില പ്രദർശിപ്പിക്കണം. അടിസ്ഥാന സൗകര്യമില്ലാത്ത പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അവർക്ക് മികച്ച സൗകര്യം ഉറപ്പാക്കി അനുമതിയോടെ തുറക്കാം. സൗദിയിലെ മെഡിക്കൽ സേവനങ്ങൾക്ക് ഇനി ഇൻഷുറൻസ് കാർഡ് നിർബന്ധമില്ല. മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയിലുള്ളവർക്ക് ആശുപത്രികളിലും ക്ലിനിക്കുകളിലും സേവനം ലഭിക്കുന്നതിന് സ്വദേശി തിരിച്ചറിയൽ കാർഡും വിദേശികളുടെ താമസരേഖയും സമർപ്പിച്ചാൽ മതിയാകും. താമസരേഖാ നമ്പർ നൽകുന്നതിലൂടെ ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തികൾക്ക് വിവരങ്ങൾ ഉറപ്പുവരുത്താനും സാധിക്കും. രാജ്യത്തെ ഓരോ സർവകലാശാലകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതാണ് സൗദിയിലെ പരിഷ്കരിച്ച പുതിയ നിയമം. മന്ത്രാലയത്തിന് കീഴിലുള്ള ട്രസ്റ്റ് ബോർഡുകൾക്കാണ് ഓരോ സർവകലാശാലയുടെയും ഭരണ ചുമതല നൽകിയിരിക്കുന്നത്. പുതിയ നിയമമനുസരിച്ച് തദ്ദേശ സർവകലാശാലകൾക്ക് രാജ്യത്തിന് പുറത്ത് ശാഖകൾ ആരംഭിക്കാൻ സാധിക്കും. ഒപ്പം വിദേശ സർവകലാശാലകൾക്ക് രാജ്യത്തും ശാഖകൾ ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്.
സൗദിയിൽ നിക്ഷേപം നടത്തുന്ന വിദേശ കമ്പനികൾ സക്കാത്ത് നിയമം ബാധകമാകില്ല. അതേസമയം വിദേശ കമ്പനിയുടെ സൗദിയിലെ ഉടമ സ്വദേശിയാണെങ്കിൽ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാകും. ഊബർ, കരീം ഉൾപ്പെടെയുള്ളവയിൽ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ ഈ വർഷം തുടങ്ങും. സൗദിയിലെ മുഴുവൻ ടാക്സികളിലും ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുന്നതും ഈ വർഷം പൂർത്തിയാകും. കൂടാതെ സ്ഥിരതാമസ ഇഖാമയ്ക്ക് 8 ലക്ഷം രൂപ ഫീസ് ഈടാക്കും. ലെവിയോ മറ്റു ഫീസുകളോ വേറെ ഉണ്ടാവില്ല. ഓരോ വർഷവും പുതുക്കുന്ന താൽക്കാലിക ഇഖാമയ്ക്ക് 1 ലക്ഷം റിയാലാണ് തുക. നേരത്തെ ടൂറിസം വിസയുടെ ഭാഗമായി കുറഞ്ഞ രാജ്യങ്ങൾക്കാണ് ഈ വിസ നൽകിയിരുന്നത്. ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങളും പ്രതീക്ഷകളുമായാണ് സൗദി പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.